എല്ലാ സുഹൃത്തുക്കൾക്കും മറ്റൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വീക്കിലി വോളത്തോടുകൂടി ബ്രേക്ക് ഔട്ട് ചെയ്ത ചില ഷെയർസിന്റെ ഡീറ്റെയിൽ ആണ്. ഇത് വാച്ച് ലിസ്റ്റിൽ ഇടാൻ എല്ലാവരും ഓടിച്ചെന്ന് ഇത് മേടിക്കാൻ നിൽക്കരുത്. കാരണം മാർക്കറ്റ് അറിയാലോ, നിഫ്റ്റി നല്ലപോലെ കയറി നിൽക്കുന്നതാണ്. ഒരു കറക്ഷൻ നമുക്ക് എപ്പോഴും വേണമെങ്കിലും പ്രതീക്ഷിക്കാം. നെഗറ്റീവ് ന്യൂസുകളൊന്നും ഇപ്പൊ മാർക്കറ്റിൽ അവൈലബിൾ അല്ല. അതുകൊണ്ടാണ് നിഫ്റ്റി ഇങ്ങനെ തന്നെ നിൽക്കുന്നത്. അപ്പൊ എപ്പോഴാണ് കറക്ഷൻ വരുന്നത് നമുക്കറിയില്ല. അപ്പൊ ഈ സ്റ്റോക്കുകളിൽ നമ്മൾ വാച്ച് ലിസ്റ്റിൽ ഇടാം. അതിനുശേഷം ഒരു നാരോ റേഞ്ച് ട്രേഡ് ചെയ്തതിന് ശേഷം നമുക്കൊരു ബ്രേക്ക് ഔട്ട് വോളത്തോടു കൂടി ഉണ്ടെങ്കിൽ അപ്പൊ നമുക്കത് ബൈ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതൊക്കെ ബ്രേക്ക് ഔട്ട് ചെയ്ത ഷെയർസ് ഒന്ന് പരിചയപ്പെടുത്താനുള്ള ഒരു വീഡിയോ മാത്രമാണിത്. അപ്പൊ നമുക്ക് ആദ്യത്തെ ഷെയർസ് നമ്മൾ നോക്കാൻ പോകുന്നത് SBI ആണ്. SBI ആണ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. SBIയുടെ 636 രൂപയുടെ ഇപ്പൊ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക SBI. ഇതാണ് SBIയുടെ ചാർട്ട്. വീക്കിലി നമ്മൾ നോക്കിയാൽ ഇവിടെ കണ്ട, ഇവിടെ വെച്ചാൽ തന്നെ നമുക്കൊരു ക്ലിയർ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കിയാലാണ് ക്ലിയർ ഒരു റെസിസ്റ്റൻസ് നമുക്ക് ഇവിടെ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. പ്ലസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വോളിയം, നല്ല വോളിയവും ഉണ്ട്. വോളിയത്തോട് വഴിയാണ് ഇത് കയറിയിട്ടുള്ളത്. നമുക്ക് ഇവിടെ ഒരു നോക്കിയാൽ ഇവിടെ ഒരു ട്രെൻഡ് ലൈനും കൂടി സപ്പോർട്ട് ചെയ്ത് പോകുന്നു. ഇവിടെ ട്രെൻഡ് ലൈൻ ടച്ച്, ഇവിടെയും ടച്ച് ചെയ്ത്, ഇവിടെയും ടച്ച് ചെയ്ത്. അപ്പൊ നല്ലൊരു ബ്രേക്ക് ഔട്ട് ആണിത്. അപ്പൊ ഇവിടെ ഒരു കൺസോളിഡേഷൻ ചെയ്തിട്ട് പിന്നെ അടുത്തൊരു ബ്രേക്ക് ഔട്ടിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് ഏകദേശം ഒരു സപ്പോർട്ട് പോയിന്റ് വരുന്നത് ഇവിടെയാണ്, 575-ലാണ് നമുക്കൊരു സപ്പോർട്ട് പോയിന്റ് ഉള്ളത്, 575. അപ്പൊ SBI എന്ന് പറയുന്ന ഷെയർസ് നമ്മൾ ഒന്ന് വാച്ച് ലിസ്റ്റിൽ ഇടുന്നത് നമുക്ക് നല്ലതായിരിക്കും. അടുത്ത നമ്മുടെ ഷെയർ മണലി പെട്രോ കെമിക്കലാണ്. അടുത്ത ഷെയർ 80 രൂപയുടെ ഇപ്പൊ റേറ്റ് അതിന്റെ നടന്നുകൊണ്ടിരിക്കുന്നത്. മണലി പെട്രോ കെമിക്കൽസിന്റെ വീക്കിലി ചാർട്ട് നോക്കിയാൽ കഴിഞ്ഞ വീക്ക് നല്ല വോളിയുണ്ട്. വോളിയത്തോടു കൂടിയാണ് ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നിട്ടുള്ളത്. നമുക്ക് ഇതിന്റെ കണ്ടീഷൻസ് നോക്കാം. നമുക്ക് എന്താണ് ഇവിടെ കണ്ടീഷൻസ് വന്നത്. ഇവിടെ ഉള്ളത് ഗ്രീൻ ക്യാൻഡിലോടുകൂടി വിത്ത് വോളിയത്തോടുകൂടി ഗ്രീൻ ക്യാൻഡിൽ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കണ്ടീഷൻസ് നമുക്ക് നോക്കാം. നമുക്ക് നോക്കിയാൽ അറിയാം, ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ, ഇവിടെ നമുക്കൊരു ട്രെൻഡ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഇവിടെ ട്രെൻഡ് ലൈനെ ബ്രേക്ക് ചെയ്തു. ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തതിന് ശേഷം ഒരു കൺസോളിഡേഷൻ ആണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഇവിടെ കൺസോളിഡേഷൻ, ഇവിടെ നിന്ന് ഇവിടം വരെ കൺസോളിഡേഷൻ റേഞ്ച് ആയിരുന്നു. ഏകദേശം ഒരു 3-4 മാസത്തോളം ഈ റേഞ്ചിനുള്ളിൽ ട്രേഡ് ചെയ്തു. അതിനുശേഷം ഈ റേഞ്ച്, ഈ ബോക്സ് റേഞ്ച് ബ്രേക്ക് ഔട്ട് ആണ് കയറിയത്. നമുക്ക് ഇവിടെയാണ് ഇതിന്റെ ഒരു സപ്പോർട്ട് പോയിന്റ് വരുന്നത്. 60 രൂപയിലാണ് സപ്പോർട്ട് നമുക്ക് വരുന്നത്. അപ്പൊ ഇത് നമുക്ക് ഇവിടെ ഒരു റീടെസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. റീടെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒരു അപ്സൈഡിലേക്ക് ഇത് മിക്കവാറും പോകും. നമുക്ക് അടുത്ത ഷെയർ നമ്മളെ ആസ്ട്രാസൻ ഫാർമയുടെ. ആസ്ട്രാസൻ 5329 കറന്റ് മാർക്കറ്റ് പ്രൈസ്. ഇതാണ് ആസ്ട്രാസൻ ഫാർമയുടെ ചാർട്ട്. ആസ്ട്രാസൻ ഫാർമ നമുക്ക് എടുത്തു നോക്കിയാൽ ഇവിടെ നോക്കിയാൽ അറിയാം, ഇവിടെ ഒരു വീക്കിലി ഒരു കൺസോളിഡേഷൻ റേഞ്ച്, അതായത് ഇവിടെ പ്രീവിയസ് ഇവിടെ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ട് ഒരു കൺസോളിഡേഷൻ ചെയ്തു. അതിനുശേഷം വലിയ ക്യാൻഡിലാണ് നമ്മൾ ഇത് ഓടിച്ചെന്ന്, ഇതിപ്പോ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രെയിനാണ്. നമ്മൾ ഇതിൽ ഓടിച്ചെന്ന് ചാടി കയറേണ്ട കാര്യമില്ല. വാച്ച് ലിസ്റ്റിലിടാം. നമുക്ക് വീണ്ടും ഒരു കൺസോളിഡേഷൻ വരുന്നുണ്ടോ എന്ന് വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു റീടെസ്റ്റ്, ഒരു ചെറിയ റീടെസ്റ്റ് വന്നതിന് ശേഷം ഇത് കയറുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇതിപ്പോ ഇത്രയും കയറിയ സ്ഥിതിക്ക് നമുക്ക് ഒരു ലാഭമെടുപ്പിലൊക്കെ ഈ പൊസിഷനിൽ ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ഒരു റീടെസ്റ്റിനോ അല്ലെങ്കിൽ കൺസോളിഡേഷൻ ഫേസിനോ വേണ്ടിയിട്ട് നമുക്കിത് വെയിറ്റ് ചെയ്യാവുന്നതാണ്. ഇനി രണ്ടാമത്തെ പോയിന്റ്, ഇതിപ്പോ ഇതാണ്. നമുക്ക് ഇത് ഈ ചാർട്ടിനെ നമുക്കൊന്ന് ചെറുതാക്കി നോക്കിയിട്ട് നമുക്ക് നോക്കാനുണ്ടോ. ഓക്കെ, ഇപ്പൊ ചാർട്ട് കൂടുതൽ വിശകലനത്തിന് വേണ്ടിയിട്ട് ഈ ചാർട്ട് ചെറുതായി. അപ്പൊ ഇവിടെ നോക്കിയാൽ നമുക്കറിയാം ക്ലിയർ ആയിട്ട് പ്രീവിയസ് ഒരു റെസിസ്റ്റൻസ് ഇവിടെ ഉണ്ടായത് ബ്രേക്ക് ചെയ്തു. അപ്പൊ ഇതാണ് ആസ്ട്രാസൻ ഫാർമയുടെ ചാർട്ട്. അപ്പൊ ഇത് നമുക്കൊന്ന് നോക്കാം, വാച്ച് ലിസ്റ്റിൽ വെച്ച് നോക്കാവുന്നതാണ്. അടുത്ത നമ്മുടെ ഷെയർ ആണ് ഗെയിൽ ഇന്ത്യ ലിമിറ്റഡ്. 151 രൂപയുടെ ഇപ്പൊ റേറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗെയിലിന്റെ.
ഗെയിലിന്റെ വീക്കിലി ചാർട്ട് നമുക്കൊന്ന് നോക്കാം. ഗെയിലും ഇവിടെ ഒരു റെസിസ്റ്റൻസ് വീക്കിലി ഉള്ളത് ബ്രേക്ക് ഔട്ട് വിത്ത് വോളിയം, ഇവിടെ നന്നായിട്ട് വോളിയം ജനറേറ്റ്. അപ്പൊ ഇതും ഒരു ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനാണ്. അപ്പൊ ഈ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നമ്മൾ ഒരിക്കലും ചാടിക്കയറേണ്ട കാര്യമില്ല. ഇത് നമ്മൾ നോക്കിയിരിക്കുക. ഈ ട്രെയിൻ എവിടെ എപ്പോഴെങ്കിലും ഒരു റീടെസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. റീടെസ്റ്റ് ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് കയറുമ്പോൾ നമുക്ക് ഇതിൽ എൻട്രി എടുക്കാവുന്നതാണ്. ഒരു 130 അല്ലെങ്കിൽ ഈ റേഞ്ചാണ് നമുക്കൊരു സപ്പോർട്ടായിട്ട് ഇപ്പൊ വെക്കേണ്ടത്. അപ്പൊ അല്ലെങ്കിൽ ഒരു നാരോ റേഞ്ച് പോയിട്ട് അവിടെ നിന്ന് ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ടെങ്കിൽ അതും നമുക്ക് നോക്കാനുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവിടെ ആ നാരോ റേഞ്ചിന് താഴെ ആയിരിക്കും നമ്മളെ സപ്പോർട്ട് പോയിന്റ് വരുന്നത്. അപ്പൊ ഇത് നമ്മളെ വാച്ച് ലിസ്റ്റിൽ ഇട്ട് വെക്കാം. ഗെയിൽ ഇന്ത്യ ലിമിറ്റഡ്. അടുത്ത നമ്മൾ ഷെയർ ഇൻഡോ ബോറക്സ് ആൻഡ് കെമിക്കൽസ്. 221 രൂപയുടെ ഇപ്പൊ റേറ്റ് ആണ്. ഇൻഡോ ബോറക്സ് നമുക്ക് നോക്കിയാൽ അറിയാം, ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. കൃത്യമായിട്ട് നമുക്കറിയാം 182 റേഞ്ചിൽ റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ആ റെസിസ്റ്റൻസ് വിത്ത് വോളിയത്തോടുകൂടി കയറിപ്പോയിട്ടുണ്ട്. അപ്പൊ ഇതും നമുക്ക് ഒരു നാരോ റേഞ്ചിനോ അല്ലെങ്കിൽ റീടെസ്റ്റിനോ വേണ്ടി വെയിറ്റ് ആവുന്നതാണ്. കാരണം ഇത്രയും കയറിയ സ്ഥിതിക്ക് ഇതൊരു ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിൻ തന്നെയാണ്. ഇതിൽ ഓടിപ്പോയി ചാടിക്കയറേണ്ട കാര്യമില്ല. നമുക്ക് വെയിറ്റ് ചെയ്യാം, വെയിറ്റ് ആൻഡ് സീ. അടുത്ത നമ്മൾ ഷെയർ വിപ്രോ ലിമിറ്റഡ്. 462 രൂപയുടെ ഇപ്പൊ റേറ്റ് നടക്കുന്നത് വിപ്രോയുടെ ചാർട്ട് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഇതാണ് വിപ്രോ ഒരു ചാർട്ട്. നമുക്ക് നോക്കിയാൽ കാണാവുന്ന സൈഡ് കാണുന്നത്. ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, ഒരു ബോക്സ് ഇവിടെ വരച്ചു കഴിഞ്ഞാൽ ഈ ബോക്സിനുള്ളിലായിരുന്നു ഇത്ര നാള് ട്രേഡ് ചെയ്തത്. ഇത്ര നാള് മീൻസ് ഒരു 6-7 മാസം വരെ ഈ ബോക്സിനുള്ളിൽ ആയിരുന്നു ചാർട്ട്. അതിനുശേഷം ഈ ബോക്സ് അത് ബ്രേക്ക് ഔട്ട് ചെയ്തു. ഇവിടെ നന്നായിട്ട് വോളിയവും ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് ഒരു വാച്ച് ലിസ്റ്റിൽ ഇട്ടിട്ട് നമുക്ക് നോക്കാവുന്നതാണ്. ഇത് എങ്ങനെയുണ്ട് ഇതിന്റെ പെർഫോമൻസ്. ഷെയർ നോക്കാൻ പോകുന്നത് MSTC ലിമിറ്റഡ് ആണ്. 568 രൂപ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന റേറ്റ്. ഇതാണ് MSTCയുടെ റേറ്റ്. ഇവിടെ നോക്കിയാൽ ഇവിടെ ഒരു റിജക്ഷൻ ക്യാൻഡിൽ 2 വന്നിട്ടുണ്ട്. അതിന് മുകളില് കൃത്യമായിട്ട് ബ്രേക്ക് ഔട്ട് പോയി വിത്ത് ഇവിടെ നല്ല വോളിയത്തോട് കൂടി. അപ്പൊ ഇതും നമുക്ക് ഇത് വേണ്ട ഇത്രയും 425 തൊട്ട് 525 വരെ കയറി. അപ്പൊ ഇതും ഓരോ ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനാണ്. നമ്മൾ ഇതിൽ ഓടിച്ചാടി കയറേണ്ട കാര്യമില്ല. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇതിലെ ഒരു കൺസോളിഡേഷൻ അല്ലെങ്കിൽ ഒരു പ്രീ ടെസ്റ്റിനോ വേണ്ടി വെയിറ്റ് ചെയ്യുക ഈ ഷെയർസ് എല്ലാം. അപ്പൊ ഇതാണ് കഴിഞ്ഞ ആഴ്ച വീക്കിലി വിത്ത് വോളിയത്തോടു കൂടി ബ്രേക്ക് ഔട്ട് നടന്ന ഷെയർസ്. അപ്പൊ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.